ഒരു സ്മാർട്ട് ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങളുണ്ട്. ഏത് പ്രൈസിലാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതേപോലെ എപ്പോഴാണ് അവർ എക്സിറ്റ് ആവുന്നത് എന്നുള്ളത്. ഈ 3 കാര്യങ്ങളും പ്രോപ്പറായിട്ട് അറിയുന്ന ഒരു ഇൻവെസ്റ്റർക്കും ഒരിക്കലും തെറ്റുപറ്റില്ല. അവർ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് അവർക്ക് നഷ്ടപ്പെടുകയില്ല. അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡും അതേപോലെ ഏറ്റവും കുറഞ്ഞ സപ്ലൈ ഉള്ള ഒരു ഇൻവെസ്റ്റ്മെന്റിലായിരിക്കും. അത് എല്ലാ ഇൻഡസ്ട്രിയിലും അതുപോലെ തന്നെയാണ്. എല്ലാ ഇൻവെസ്റ്റേഴ്സും ഈ ഒരു പ്രൊസീജിയറാണ് അവർ ഫോളോ ചെയ്യുന്നത്. അതേപോലെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് 2080 പേയ്മെന്റ് പ്ലാനിൽ ഇപ്പം നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും കുറവ് സപ്ലൈ ഉള്ള 3 ബെഡ്റൂം ടൗൺ ഹൗസിന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത്. 2080 എന്ന് പറയുമ്പോൾ 20% നമ്മൾ ഡ്യൂറിങ് കൺസ്ട്രക്ഷനിൽ പേ ചെയ്താൽ മതി. അതും 2 വർഷം കൊണ്ട്. 80 അറ്റ് ദ ടൈം ഓഫ് ഹാൻഡ് ഓവർ ആണ് വരുന്നത്. ഈ 20% എന്ന് പറയുമ്പോൾ അറൗണ്ട് ഒരു 6 ലക്ഷം ദിറംസിന്റെ അടുത്താണ് ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് 2 വർഷം കൊണ്ട്. റിമൈനിങ് എമൗണ്ട് നമുക്ക് ഹാൻഡ് ഓവർ സമയത്ത് കൊടുക്കാം. ആ സമയത്ത് നമുക്ക് ബാങ്ക് ത്രൂ മോർഗേജ് പോകാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇക്വിറ്റി റിലീസ് ചെയ്ത് 70%ഓളം എമൗണ്ട് നമുക്ക് വേറൊരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് അതല്ലെങ്കിൽ നമ്മുടെ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതുപോലെ സ്ട്രാറ്റജിക്കലി ആണ് ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും അവരുടെ ക്യാപിറ്റൽ യൂസ് ചെയ്ത്, ലിമിറ്റഡ് ക്യാപിറ്റൽ യൂസ് ചെയ്ത് മാക്സിമം പ്രോഫിറ്റ് അതേപോലെ മാക്സിമം അവരുടെ പോർട്ട്ഫോളിയോന്റെ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് കണക്ട് ചെയ്തോളൂ, നമുക്ക് ഡിസ്കസ് ചെയ്യാം എല്ലാ കാര്യങ്ങളും. എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എപ്പോൾ എക്സിറ്റ് ആവണം എന്നുള്ളത്.